ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മുടെ രാമായണ യാത്രയുടെ 46-ാമത്തെ ഭാഗമാണ് ഇന്ന് നമുക്ക് മനനം ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് കടക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞത് എന്താണ്? അച്ഛൻ മരിച്ചതറിഞ്ഞിട്ട് സാക്ഷാൽ ഭരതൻ കേകയ രാജ്യത്ത് നിന്നും അയോധ്യയിലേക്ക് വരുന്നതാണ്. ഇനി ഇവിടുന്ന് എന്താണെന്ന് നോക്കാം. ഹാ താതാ ദുഃഖസമുദ്രേ നിമജ്ജമാം ഏതൊരു ദിക്കിനു പോയിതു ഭൂപതേ, എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നുടെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ. ഞങ്ങൾക്കും ആരുടെയോരിനി ദൈവമേ, പുത്രനീ വണ്ണം കരയുന്നതു നേരമുത്യാപ്യ കൈകേയി കണ്ണുനീരും തുടച്ചാശ്വസിച്ചിടുക ദുഃഖേന കിം ഫലം. ഈശ്വരകൽപ്പിതമെല്ലാം അറിയുക നീ, അഭ്യുദയം വരുത്തിയിടിനേൻ ഞാൻ തവ, ലഭ്യമെല്ലാമേ ലഭിച്ചതറിയുക നീ. മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശചേതസാ ചോദിച്ചു, ഏതാനും ഒന്നും പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്ന നേരത്തു മാതാവേ. നോക്കൂ, ഇവിടെ ഈ അച്ഛൻ മരിച്ചു എന്ന് കേൾക്കുന്ന ആ ഒരു സമയം ഭരതൻ നിലത്ത് വീണ് ഉരുണ്ട് പെരണ്ട് കരയുന്നതായിട്ടാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞത്. ഈ ഭരതൻ്റെ വിലാപം എന്ന് പറയുന്ന ഈ ഭാഗത്ത് പറയുന്നത് വെച്ചാൽ, ആ സമയത്ത് അച്ഛൻ്റെ പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് അദ്ദേഹം വളരെയേറെ സങ്കടത്തോടുകൂടി കരയുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്നെയും രാജ്യഭാരത്തെയും, കാരണം രാജാവ് ഇപ്പോൾ ഇല്ലാത്ത അവസ്ഥയാണ് അയോധ്യയിലുള്ളത്, അപ്പോൾ എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ്റെ കയ്യിൽ ഏൽപ്പിക്കാതെയല്ലേ പോയത് എന്ന് വെച്ചാൽ, മൂത്തത് രാഘവനാണ്, ശ്രീരാമനാണ്. അപ്പോൾ മൂത്തവനായ രാമൻ്റെ കയ്യിൽ ഏൽപ്പിക്കാതെ ഒരു നാഥന്മാരില്ലാത്ത അവസ്ഥയിൽ പെരുവഴിയിലിട്ടിട്ടല്ലേ പിതാവേ അങ്ങ് പോയത് എന്നിവിടെ പറയുന്നു. ദേവി, നമ്മൾക്ക് ആരാണ് ഉള്ളതൊരു സഹായത്തിനായിട്ട്? കാരണം നാഥനില്ലാത്ത കളരി പോലെയായി അയോധ്യയ്ക്കിനൊരു നാഥനില്ല. കാരണം രാമൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചാൽ മാത്രമാണ്, പണ്ട് അങ്ങനെയാണ്, അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഏൽപ്പിച്ചാൽ മാത്രമേ അവർ ഏറ്റെടുക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ ഏറ്റെടുക്കില്ല. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഏൽപ്പിക്കേണ്ടതില്ല, അച്ഛൻ്റെ കഴുത്ത് പിടിച്ച് ഞെക്കിക്കൂന്നിട്ട് അച്ഛൻ്റെയും അമ്മയുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് അമ്മയുടെയും അനുവാദമില്ലാതെ സ്വത്ത് കവരുന്ന മക്കളുള്ള കാലഘട്ടമാണ് ഇത്. അപ്പോൾ ഇവിടെ രാഘവൻ്റെ കയ്യിൽ ഏൽപ്പിക്കാതെ, ഞങ്ങളെല്ലാം ആ രാഘവൻ്റെ ശിഷ്യന്മാരാണ്, അല്ലെങ്കിൽ രാഘവൻ്റെ മക്കളാണ്, അല്ലെങ്കിൽ രാഘവൻ്റെ കീഴെയാണ്, ആ രാഘവൻ്റെ കയ്യിൽ ഏൽപ്പിക്കാതെ, മൂത്തവനായ ആ പുത്രൻ്റെ കയ്യിൽ ഏൽപ്പിക്കാതെ പോയല്ലോ. ഇനി നമ്മൾക്ക് ആരാണ് സഹായത്തിനുള്ളത്, ആരാണ് ഉടയരായിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. മകവൻ്റെ ഇത്തരത്തിലുള്ള കരച്ചിൽ കേട്ടപ്പോൾ കൈകേയി മാതാവ് ആ ഭരതൻ്റെ കണ്ണുനീരൊക്കെ ഒന്ന് തുടച്ചു. ആ കണ്ണുനീര് തുടച്ചിട്ട് പറയാണ്, മോൻ ആശ്വസിക്ക്, കരയല്ല, കരഞ്ഞിട്ട് എന്താണ് ഫലം? വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കാരണം നമ്മൾ ഈ കരഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല.
നമുക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്, ആരെങ്കിലും മരിച്ചു എന്ന് കാണുമ്പോൾ അന്നേരം തന്നെ പൊട്ടിക്കരയുന്ന എത്രയോ ആൾക്കാരുണ്ട്. സങ്കടം കൊണ്ടായിരിക്കും, പക്ഷെ കരഞ്ഞാൽ ആ പോയാൾ തിരിച്ചു വരുമോ? ഇല്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം അത് തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, വെല്ലുവിളികൾ വരുമ്പോൾ നമ്മൾ കരഞ്ഞ് തളർന്നിരിക്കുന്ന അവസ്ഥയാണുള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പ്രയാസം വരുമ്പോൾ, ഒരു ദുഃഖങ്ങൾ വരുമ്പോൾ, ഒരു വെല്ലുവിളികൾ വരുമ്പോൾ കരഞ്ഞ് തളർന്ന് പേടിച്ച് ഭയന്നിരിക്കുന്നതിന് പകരം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഇരുന്നിടത്ത് തന്നെ ഇരിക്കേണ്ടി വരും. ഇവിടെ ഞാൻ തളരേണ്ടതല്ല, എനിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന ചിന്തയോടുകൂടി നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് ആ കുടുംബത്തിന് ആശ്വാസം ഉണ്ടാകുന്നത്. ആ കുടുംബനാഥനായ ആൾക്കാർ തളർന്നിരിക്കുന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ആ കുടുംബത്തിന് ആശ്വാസം കൊടുക്കേണ്ട ആൾക്കാർ തളർന്നിരിക്കട്ടെ. നമ്മുടെ ചിലപ്പോൾ അച്ഛനോ അമ്മയോ വേണ്ടപ്പെട്ടോ ആരെങ്കിലും ആയിരിക്കും മരിച്ചിട്ടുണ്ടാവുക. പക്ഷെ നമ്മളല്ലേ എല്ലാവർക്കും ധൈര്യം കൊടുക്കേണ്ടത്. നമ്മൾ അവിടെ തളർന്നിരിക്കാൻ പാടുണ്ടോ? ജീവിതത്തിൽ ഒരു ജപ്തിയാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷനാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായ പ്രശ്നം വരുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊരു പ്രശ്നം വരുന്നു. ഈ സമയത്ത് നമ്മൾ തളർന്നിരുന്നിട്ട് കാര്യമുണ്ടോ? നമ്മൾ അത് വെല്ലുവിളിയായി ഏറ്റെടുത്ത് ഞാനത് നടപ്പിലാക്കുമെന്നുള്ളതിലൂടെ നമ്മൾ കരഞ്ഞിരിക്കാതെ തളർന്നിരിക്കാതെ മുന്നോട്ട് പോകണം. ഇവിടെ ഈ പറയുന്ന കൈകേയി പറയുന്നത്, എന്തിനാണ് മോൻ തളർന്നിരിക്കുന്നത്? ഇവിടെ കരയേണ്ട ഒരാവശ്യവുമില്ല. ഇതെല്ലാം ഈശ്വര കൽപ്പിതമാണ്. ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തൊക്കെ ഏതൊക്കെ എങ്ങനെയൊക്കെ നടക്കണമെന്നുള്ളത് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ വീട്ടിലൊരു ദുഃഖം വരുമ്പോൾ, ഒരു ദുരിതം വരുമ്പോൾ നമ്മൾ ആരെയും പഴി പറയേണ്ടതില്ല. കാരണം ഇതൊക്കെ നല്ലതിന് തന്നെയാണ്. എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് അതിജീവിക്കാനുള്ള കരുത്ത് നമുക്കുണ്ട്. അത് നമ്മൾ വെളിയിലേക്ക് എടുക്കണം. ദുഃഖിച്ചിരിക്കരുത്. എല്ലാം തന്നെ ഈശ്വര കൽപ്പിതമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ദുഃഖമുണ്ടെങ്കിൽ നാളെ നമുക്ക് സന്തോഷമുണ്ടാകും. ഇവിടെ എന്താണ് പറയുന്നത്? എന്തിനാണ് മോൻ ദുഃഖിക്കുന്നത്? അതുകൊണ്ട് തന്നെ അതെല്ലാം ഈശ്വര കൽപ്പിതമായിട്ട് കാണണം എന്ന്. എന്നിട്ട് ഒരു കാര്യം കൂടി എടുത്തു പറയാണ്, മോന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം സഫലീകരിക്കാനുള്ള അഭ്യുദയം വരുത്തിയിടിനെ ഞാൻ തവാ, ലഭ്യമെല്ലാമേ ലഭിച്ചതറിയുക. കാരണം നമുക്കിനി ജീവിതകാലം മുഴുവൻ സുഖമായി ജീവിക്കുവാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. മകനൊന്നും അറിഞ്ഞിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ലഭ്യമാക്കാൻ പറ്റുന്ന എന്താണോ അതൊക്കെ ഞാൻ നേടിയിട്ടുണ്ട്. ഇനി നിനക്ക് ദുഃഖിക്കാനുള്ള ഒരു ഇടയുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മകൻ പറയുന്നത് എന്താണ് എന്നാണ് അടുത്ത ഭാഗത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാം നിനക്ക് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ മകന് സംശയമുണ്ട്. അതേസമയത്ത് ഇനി എന്താണ് മകൻ ചോദിക്കുന്നത് നോക്കാം. ഏതാനുമൊന്നും പറഞ്ഞതില്ലേ മമ, താതൻ മരിക്കുന്ന നേരത്തു മാതാവേ. ഇവിടെ ചോദിക്കുന്നത് എന്താ അറിയോ? അച്ഛൻ മരിക്കുന്ന നേരത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അമ്മയോട് ചോദിക്കാന്ന്. അതെന്താണെങ്കിൽ അത് എന്നോട് പറയൂ എന്ന്. ആ അവസരത്തിൽ അമ്മ എന്താണ് പറയുന്നത് അതും കൂടി നമുക്ക് കേൾക്കാം. ഹാ രാമ രാമ കുമാര സീതേ മമ, ശ്രീരാമ ലക്ഷ്മണ രാമ രാമ രാമ, സീതേ ജനകസുതേതി പുനരാതുരനായി വിലപിച്ചു മരിച്ചിതു. താതനതു കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാൻ, എന്തയ്യോ താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ എന്നതു കേട്ടു കൈകേയിയും ചൊല്ലിനാൾ. മന്നവൻ രാമൻ അഭിഷേകമാരംഭ്യ, സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കേണം എന്നു പറഞ്ഞഭിഷേകം മുടക്കിയൻ നിന്നോടിതിൻ പ്രകാരം പറയാമല്ലോ. രണ്ടു വരം മമ തന്നു തവ പിതാ, പണ്ടേതിലൊന്നിനാൽ നിന്നെ വാഴിക്കുന്നു. രാമൻ വനത്തിനു പോകുന്നു മറ്റേതും, ഭൂമിവൻ തന്നോടിതു കാലമർത്തിച്ചേൻ. സത്യപരായണനായ നരപതി പൃഥ്വീതലം നിനക്കു തന്നു രാമനെ കാനനവാസത്തിനായച്ചിടിനാൻ. ജാനകിദേവി പാതിവൃത്യമാലംബ്യ വർത്രാസമം ഗമിച്ചിടിനാളാശു. സൗമിത്രിയും ഭ്രാതാവിനോടുകൂടെ പോയാൻ.
താതൻ അവരെ നിനച്ചു വിലാപിച്ചു കേതേന രാമരാമേതി ദേവാലയം പുക്കാനറിയുന്നു. നോക്കൂ, ഈ അവസരത്തിൽ ഭരതൻ ചോദിച്ചത് എന്താണ്? അച്ഛനൊന്നും പറഞ്ഞിട്ടില്ലേ മരിക്കുന്ന നേരത്ത് എന്ന്. അപ്പൊ പറയുകയാണ് എന്താണ്? ഹാ രാമരാമകുമാര എന്ന് വെച്ചാൽ രാമന്റെ പേര് വിളിച്ചു കൊണ്ടിരിക്കുന്നു. സീതേ മമ ശ്രീരാമ, സീതയെ വിളിച്ചു, എൻ്റെ ശ്രീരാമ എന്ന് വിളിച്ചു. ലക്ഷ്മണ, ലക്ഷ്മണനെയും വിളിക്കുന്നു. പിന്നെയോ രാമരാമ എന്ന് കൂടെ കൂടെ വിളിച്ചു കൊണ്ടിരുന്നു. സീതയെ കൂടെ കൂടെ വിളിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ വിളിച്ചുകൊണ്ടാണ് അച്ഛൻ മരിച്ചത്. ഇവിടെ കൈകേയി കളവ് പറയുന്നില്ല കേട്ടോ. നമ്മളൊക്കെ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി എത്രയോ കളവുകൾ പറയാറുണ്ട്. ഇവിടെ ഒരു കളവ് പോലും ഈ പറയുന്ന കൈകേയി പറയുന്നില്ല. കാരണം അന്ന് കളവ് പറയലില്ല എന്ന് വേണം പറയാൻ. സത്യം തന്നെയാണ് പറയുന്നത്, പക്ഷെ അത് ദോഷം ചെയ്യുന്നു എന്ന് മാത്രം. ഈ സമയം ഭരതൻ വീണ്ടും ചോദിക്കുകയാണ്, അച്ഛൻ മരിക്കുന്ന നേരത്ത് ഈ പറയുന്ന രാമനും സീതയും ലക്ഷ്മണനും അരികത്തുണ്ടായിട്ടില്ലേ എന്ന്. അപ്പോൾ കൈകേയി പറയുകയാണ്, അതൊരു സംഭവമുണ്ട്, ഞാനത് നിന്നോട് പറയാം. രാജാവ് രാമന് അഭിഷേകം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു. മുഹൂർത്തം അത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് ചെയ്യണമെന്ന് വസിഷ്ഠനായിട്ടുള്ള കുലഗുരു പറഞ്ഞു. അപ്പോൾ ആ ചുരുങ്ങിയ സമയം കൊണ്ട് അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ വാശി പിടിച്ചു. എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞു, എൻ്റെ മകനെയാണ് രാജാവായി വാഴിക്കേണ്ടത് എന്ന്. ഇനി നിനക്കത് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്താണ് കാര്യമെന്ന്. പണ്ട് എനിക്ക് 2 വരം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വരം ഞാൻ ഇന്ന് അങ്ങോട്ട് ചോദിച്ചു. എന്തായിരുന്നു വരം? അത് ഒന്ന് ശ്രീരാമനെ വനത്തിലേക്ക് അയക്കണമെന്നും മറ്റൊന്ന് എൻ്റെ മകനായിട്ടുള്ള ഭരതനെ രാജാവായി വാഴിക്കണമെന്നും. നിന്റെ അച്ഛൻ അറിയാലോ, വരം ഞാൻ മുമ്പേ ചോദിച്ചതാണ്, എനിക്ക് തരാമെന്ന് വാക്ക് തന്നെയാണ്. വാക്ക് ലംഘിക്കുന്ന ഒരു സമ്പ്രദായം സൂര്യവംശത്തിലുള്ള ഒരാൾക്കുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ശ്രീരാമനെ രാജാവായി വാഴിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഞാൻ അതിനെ തടഞ്ഞു. ആ അഭിഷേകം ഞാൻ മുടക്കി. ഭരതനെ വാഴിക്കണം, രാമനെ വനത്തിലേക്ക് അയക്കണം, ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രീരാമചന്ദ്രൻ അനുഷ്ഠിക്കാൻ തയ്യാറായി എന്ന് മാത്രമല്ല, ആ ശ്രീരാമചന്ദ്രൻ വനത്തിലേക്ക് പോകാൻ അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ, അച്ഛന് ദോഷം വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മകന് വേണമെങ്കിൽ ധിക്കരിക്കാം, എനിക്ക് പറ്റില്ല എന്ന് പറയാം. ഇന്നത്തെ മക്കൾ അങ്ങനെയാണ്. ഒരു ഭൂമി നമ്മൾ ഓഹരി വെക്കുന്നിരിക്കട്ടെ, അപ്പോൾ ഒരു 50 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ 5 മക്കളുണ്ടെങ്കിൽ എല്ലാവർക്കും 10 സെൻറ്റ് സ്ഥലം കൊടുക്കാന്നിരിക്കട്ടെ. ഒരാളുടെ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു 8 സെൻറ്റേ ഉള്ളൂ, അവിടെ റോഡ് വെക്കുന്നുണ്ട്, 2 സെൻറ്റ് സ്ഥലം റോഡിന് വേണ്ടി പോകണമെന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും സംഭവം? മാത്രവുമല്ല, അത് ഏതെങ്കിലും ഒരു മകന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ആ മകന് സന്തോഷമാകും, മറ്റുള്ള മക്കളെല്ലാം സമരത്തിലാകും. അപ്പോൾ ഏതെങ്കിലും ഒരു മക്കൾക്ക് മോശമായിട്ടോ അല്ലെങ്കിൽ ദോഷകരമായിട്ടോ എന്തെങ്കിലും ഒരു കാര്യം അച്ഛനോ അമ്മയോ പറഞ്ഞു നിരിക്കട്ടെ, പിന്നെ ആ അച്ഛനും അമ്മയ്ക്കും ആ വീട്ടിൽ നല്ല ആ നാട്ടിൽ പോലും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇന്നത്തെ മക്കൾ ഉണ്ടാക്കുന്നത്. ആ മക്കൾ ഇവിടെ ശ്രീരാമനെ കണ്ടു പഠിക്കണം എന്ന് പറയും. രാമായണം വെറുതെ വായിച്ചു പോകേണ്ട ഒരു കാര്യമല്ല, മറിച്ച് രാമായണത്തിൻ്റെ ഈ അന്ധകരണങ്ങളിൽ അങ്ങോട്ടല്ലെങ്കിൽ ആ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്നർത്ഥം. അതിൻ്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മളൊന്ന് നോക്കണം. അപ്പോഴാണ് മനസ്സിലാക്കുക രാഘവൻ്റെ മാഹാത്മ്യം. കാരണം കഴിഞ്ഞ ദിവസം രാഘവനോട് പറഞ്ഞു, അഭിഷേകത്തിന് തയ്യാറാവാൻ വേണ്ടി പറഞ്ഞു. ഈ ശ്രീരാമൻ ഒരു സന്തോഷവും കാണിച്ചില്ല, കാരണം ദോഷവും കാണിച്ചില്ല. അച്ഛൻ എന്ത് പറയുന്നു അത് അനുഷ്ഠിക്കാൻ തയ്യാറാവണം മക്കളെന്ന്. മാതാപിതാക്കളുടെ വാക്കുകൾ അമൃതിന് തുല്യമായി സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് വേണം? ഈ വാക്ക് പാലിക്കാൻ രാമൻ തയ്യാറായി. എന്നാൽ അതേ അച്ഛൻ തന്നെ പിറ്റേ ദിവസം രാവിലെ പറയാണ്, നീ വനത്തിലേക്ക് പോകണമെന്ന്. എന്തിനാ തയ്യാറായി വന്നത്? അഭിഷേകത്തിന് വരികയാണ്. അഭിഷേകത്തിന് തയ്യാറായി വരുമ്പോഴാണ് അച്ഛൻ പറയുന്നത്, നീ രാജാവാകണ്ട, നീ വനത്തിലേക്ക് പോയിക്കോണം. 1 കൊല്ലമല്ല, 14 കൊല്ലത്തേക്ക്. അങ്ങനെ 14 കൊല്ലത്തേക്ക് രാജ്യം വിട്ടു പോകണമെന്ന് പറയുമ്പോൾ ശ്രീരാമൻ അവിടെയും മാനസികമായി തളർന്നില്ല. അവിടെ പരാതി പറഞ്ഞില്ല, അച്ഛനോട് പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതും അച്ഛൻ്റെ വാക്ക് അമൃതിന് തുല്യമായി ശിരസാ വഹിച്ചു എന്ന് വേണം പറയാൻ.
അപ്പോൾ അവിടെ നമ്മൾ ശ്രീരാമനെ മാതൃകയാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ വനത്തിലേക്ക് പോകുന്ന അവസരത്തിൽ എന്താ അവിടെ സംഭവിക്കുന്നത്? ഉത്തമ പത്നിയായിട്ടുള്ള സീതാദേവിയും ഒന്നിച്ചു പോകാൻ തയ്യാറായി. ഭർത്താവ് കൊടും വനത്തിലേക്കാണ് പോകുന്നത്. അവിടെ ക്രൂര മൃഗങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ദോഷകരമായ അവസ്ഥയുണ്ട്. പലതരത്തിലുള്ള ഉപദ്രവങ്ങളും ഭയകരമായിട്ടുള്ള കാര്യങ്ങളും നേരിടേണ്ടി വരും, വെല്ലുവിളികളുണ്ടാവും. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഭർത്താവിനോടൊപ്പം നടക്കുന്ന ഭാര്യയ്ക്ക് അതിനോളം സ്വർഗമായിട്ട് മറ്റൊന്നുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് സീതാദേവി ഒന്നിച്ചു പോകുന്നു. തൻ്റെ സഹോദരൻ എന്ന് വെച്ചാൽ ശ്രീരാമചന്ദ്രനോട് എപ്പോഴും കൂറു പുലർത്തുന്ന, അച്ഛൻ്റെ സ്ഥാനം നൽകുന്ന ആ ശ്രീരാമൻ എന്താണോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കുറക്കണം. ആ സമയത്തും ആ ജ്യേഷ്ഠനെ പരിചരിക്കാമല്ലോ, ആ ഏട്ടനെ സേവിക്കാമല്ലോ എന്ന ചിന്തയോടുകൂടി ഒന്നിച്ചു പോകുന്ന ലക്ഷ്മണൻ. എത്ര ലക്ഷ്മണന്മാരുണ്ടാവും ഇന്ന്? ഏട്ടനൊരു ദുഃഖം വരുന്ന സമയത്ത് അത് കണ്ടില്ല എന്ന് നടിക്കുന്ന അനുജന്മാരല്ലേ ഇന്നുള്ളത്? നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒന്നിച്ചു ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ വളർന്ന നമ്മൾ ചില സമയത്ത് നമ്മുടെ കൂടപ്പറപ്പുകളെ മറന്നു പോകാറുണ്ട്. ചില സമയത്തല്ല, ഇന്ന് ബഹുഭൂരിപക്ഷ സമയത്ത് അതെ. രണ്ടുപേരുടെയും കല്യാണം കഴിയുന്നത് വരെ ഇവർ അത്ര കണ്ട് ആത്മാർത്ഥ ബന്ധുക്കളായിരിക്കും, സ്നേഹമുണ്ടാവും. ഒന്നിച്ച് കിടന്നുറങ്ങി, ഒന്നിച്ച് ഭക്ഷണം കഴിച്ച്, ഒന്നിച്ച് കലവില കൂടുന്ന മക്കൾ കല്യാണം കഴിഞ്ഞ് രണ്ട് കുരക്ക് കീഴിലേക്ക് എത്തുമ്പോൾ അവർ ഏറ്റവും വലിയ ശത്രുക്കളായി തീരുന്ന കാലഘട്ടമാണ് ഇന്ന്. പണത്തിന് വേണ്ടിയും സ്വത്തിന് വേണ്ടിയും മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയും പരസ്പരം കടിപിടി കൂടുമ്പോൾ ഇവിടെ ലക്ഷ്മണനെ നമ്മൾ മാതൃകയാക്കണം. കാരണം എന്താ? സ്വന്തം ഭാര്യയോട് അവിടെ വിശ്രമിക്കാൻ പറഞ്ഞുകൊണ്ട് എനിക്കെൻ്റെ ഏട്ടനെ പരിചരിക്കണം, എനിക്ക് ഇവിടെ കൊട്ടാരത്തിൽ നല്ല സുഖമാണ്, ഏട്ടൻ അവിടെ കൊടുംബനത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ആ കഷ്ടപ്പാടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുക? എൻ്റെ ഏട്ടനെ സഹായിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിച്ചു പോകുന്ന ലക്ഷ്മണനെ നമ്മൾ മാതൃകയാക്കേണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ ലക്ഷ്മണനും ഒന്നിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പോയ ആ രാമനെയും ലക്ഷ്മണനെയും സീതാദേവിയെയും ഓർത്തോർത്ത് കരഞ്ഞുകൊണ്ടാണ്, വിലപിച്ചുകൊണ്ടാണ് നിന്റെ അച്ഛൻ മരിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഈ ഭരതൻ തളർന്നു വീഴുകയാണ് ചെയ്യുന്നത്. ദുഃഖിച്ച് തളർന്ന് ഭൂമിയിലേക്ക് വീണുപോയി എന്നാണ് പറയുന്നത്. മോഹം വെച്ച് ബോധം കെട്ട് കിടന്നു എന്നാണ് പറയുന്നത്. അടുത്ത ഭാഗം എന്താണെന്ന് നോക്കാം. താതനവരെ നിനച്ചു വിലാപിച്ചു കേതേന രാമരാമേതി ദേവാലയം പൂക്കാനറിയുമെന്നും മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും. മോഹം കലർന്ന നേരത്തു കൈകേയും ആഹന്ത ശോകത്തിനെന്തൊരു കാരണം? രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിതു പൂജനായി വാഴ്ക ചാബല്യം കളഞ്ഞു നീ. ആ ബോധം കെട്ട് തളർന്നു കിടക്കുന്ന ഭരതൻ ആ ബോധക്കേട് തളർന്ന് മാറി കണ്ണു തുറന്നപ്പോൾ അരികത്തിരുന്നു കൊണ്ട് കൈകേയി പറയുന്നൊരു വാക്യമുണ്ട്. എന്താണെന്നറിയോ? എനിക്കിപ്പോൾ ദുഃഖത്തിന് ഒരു കാരണവുമില്ല, നിന്റെ ദുഃഖമൊക്കെ മാറ്റിവെക്കൂ. കാരണം രാജ്യം നിനക്ക് സംപ്രാപ്തമായി, രാജ്യം നിനക്ക് സ്വന്തമായി കഴിഞ്ഞു. ഇനി ഈ രാജ്യത്തിന് അവകാശി ആരുമില്ല, നീയാണ് രാജാവ്. അപ്പോൾ എന്ത് വേണം? ഈ രാജ്യം ഭരിച്ച് നീ പൂജ്യനായിട്ട് സന്തോഷവാനായിട്ട് കഴിയണം എന്ന് അമ്മ പറഞ്ഞു കൊടുക്കുക. കാരണം ശ്രീരാമൻ പോയത് 14 വർഷം. 14 വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ മുന്നേ പറഞ്ഞു. എന്താണ്? ഇന്നത്തെ കാലഘട്ടത്തിലും പണ്ടത്തെ കാലഘട്ടത്തിലും 14 വർഷം നാട് വിട്ടു പോയി കഴിഞ്ഞാൽ അവരെ കുറിച്ച് ഒരു വിവരവുമില്ല, അവരെക്കുറിച്ചൊരു അന്വേഷണവുമില്ല എങ്കിൽ അവർ മരിച്ചതായിട്ടാണ് കണക്കാക്കുക. ഇന്നും അങ്ങനെയാണ്. 14 വർഷമായിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അവരെക്കുറിച്ചൊരു വിവരവുമില്ലെങ്കിൽ അവർ മരിച്ചതായിട്ട് കണക്കാക്കി അതിന് സർട്ടിഫിക്കറ്റ് തരിക. അവരുടെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി തള്ളുകയൊക്കെ ചെയ്യും. അതുപോലെ ശ്രീരാമനെ 14 വർഷം അകറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ രാമൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ രാജ്യഭരണം ഏറ്റെടുക്കാൻ കഴിയില്ല. അപ്പോൾ നിനക്ക് തന്നെയാണ് ജീവിതകാലം മുഴുവനും രാജ്യം ഭരിക്കുവാനുള്ള അവകാശവും അധികാരവും എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഈ അവസരത്തിൽ ഭരതൻ പറയുന്ന വാക്കുകൾക്കാണ് അമൂല്യമായിട്ടുള്ള കാര്യം. എന്താണ്? എന്നു കൈകേയി പറഞ്ഞതു കേട്ടുടൻ ഒന്നു കോപിച്ചു നോക്കിയിടിനാൻ ആധരം ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോമമ്മയെ
ആദിപൂണ്ടീടിനാർ കണ്ടു നിന്നോർകളും. ഭരതൻ അങ്ങോട്ടൊന്നൊരു നോട്ടം നോക്കി. ആ നോട്ടത്തിൽ കണ്ണിൽ നിന്നും അഗ്നി പുറത്തേക്ക് വരുന്നത് പോലെയാണുള്ളത്. ഈ വാക്കുകൾ ഭരതന്റെ കർണത്തിന് അമൃതമാകുമെന്നാണ് ധരിച്ചതെങ്കിൽ അത് പൗരുഷം, അവിടെ ക്രോധാഗ്നിയാണ് തെളിച്ചത്. ഭരതന്റെ ഉള്ളിൽ നിന്നും ക്രോധം പുറത്തേക്ക് ഒഴുകി. കാരണം കുടുംബത്തെ തകർക്കുന്നത് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒത്തൊരുമിച്ച് സന്തോഷത്തോട് ഒന്നാന്തരമായ ആനന്ദത്തോട് കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തെ ശിഥിലമാക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരാൾ. അപ്പോൾ അവരോട് എങ്ങനെ പെരുമാറേണ്ടത്? ക്രോധാഗ്നി കൊണ്ട് ആ അഗ്നിയിൽ ആ അമ്മ ദഹിച്ചു പോകുന്ന തരത്തിലാണ് ആ നോട്ടം ഉണ്ടായത്. അത് കണ്ടു നിന്ന ആൾക്കാർക്കെല്ലാം മനസ്സിലായി. ചുറ്റോട് ചുറ്റും നിന്ന് അവിടുത്തെ കൊട്ടാരത്തിലുള്ള ഓരോ ആൾക്കാർ ഇത് കണ്ടു നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ മനസ്സിലായി ഇപ്പോൾ ഈ കൈകേയിക്ക് എന്താ സംഭവിക്കുക എന്നുള്ളത്. കാരണം ഭരതൻ അത്രയേറെ ദേഷ്യത്തിലാണുള്ളത്. ഇന്നങ്ങനെയാണോ? അങ്ങനെ എന്തെങ്കിലുമാണ് നമ്മുടെ അമ്മമാർ നമുക്ക് ചെയ്തു തന്നെങ്കിൽ, നമ്മുടെ കുടുംബാംഗങ്ങളെ എല്ലാം തന്നെ അനുജനെയും ചേട്ടനെയും അവർക്കൊന്നും കൊടുക്കാതെ സ്വത്ത് മുഴുവൻ നമ്മുടെ പേരിൽ എഴുതി തന്നാൽ ആ അമ്മയെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കാൻ പോലും തയ്യാറാകുന്ന മക്കളുള്ള കാലഘട്ടമല്ലേ ഇത്? അപ്പോൾ അവിടെയാണ് ഭരതന്റെ ആ പ്രതിഷേധം എന്താണെന്ന് നമ്മൾ നോക്കേണ്ടത്. ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരെ, നിസ്ത്രപേ നിർദ്ദയേ ദുഷ്ടേ നിശാചരി, നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാത മഹാപാപി ഞാനഹോ. നിന്നോട് ഉരിയാടൊരുതിനി ഞാൻ ചെന്നു അഗ്നിയിൽ വീണു മരിപ്പിനല്ലായികലോ, കാളകൂടം കുടിച്ചിടുവിന്നല്ലായിൽ വാളെടുത്താശു കഴുത്തറുത്തിടുവൻ. വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവാനില്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരീ. ഘോരമായുള്ള കുംഭിഭാഗമാകിയ നാരകം തന്നിൽ വസിക്കൂമിതു മൂലം ഇത്തരം മാതരം വർഷിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗൃഹം പുക്കാൻ. നോക്കണം, ഇതാണ് മക്കൾ. ഇങ്ങനെ ആയിരിക്കണം മക്കൾ. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെ കുടുംബമാകട്ടെ, നമ്മുടെ നാടാകട്ടെ, നമ്മുടെ രാജ്യമാകട്ടെ സ്വർഗ തുല്യമാകാൻ ഇത്തരത്തിലുള്ള മക്കൾ ഉണ്ടായാൽ സാധ്യമാകും. അതാണ് ഭരതനെ രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള കഥാപാത്രമാക്കി തീർക്കുന്നത്. അതുകൊണ്ടാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? അത് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും ശ്രേഷ്ഠനാക്കുന്നത് ഇവിടെ ഭരതൻ പറയുന്നത് എന്താണെന്നറിയോ? ഭർത്താവിനെ കൊന്ന മഹാഘോരേ നിസ്ത്രവേ ദുഷ്ടേ നിശാചരി രാക്ഷസി എന്നൊക്കെയാണ് വിളിക്കുന്നത്. നിന്നുടെ ഗർഭപാത്രത്തിലാണല്ലോ ഞാൻ വന്ന് പിറന്നത്. അതിനോളം മഹാപാപമായിട്ട് ഞാനൊന്നും കാണുന്നില്ല. നിന്റെ ഗർഭപാത്രത്തിൽ ജനിച്ചതുപോലും മഹാപാപമായിട്ടാണ് ഞാൻ കാണുന്നത്. നിന്നോട് വർത്താനം പറയുന്നതിന് പകരം ഞാൻ അഗ്നിയിൽ ചാടി മരിക്കുന്നതാണ് നല്ലത്. കാരണം അത്രയേറെ ദുഷ്ടയാണ്, അത്രയേറെ രാക്ഷസിയാണ് നീ. ഒന്നിക്കിൽ നിന്നോട് വർത്തമാനം പറയുന്നതിന് പകരം അഗ്നിയിൽ ചാടി മരിക്കണം, അല്ലെങ്കിൽ കാളകൂടമാകുന്ന വിഷം പാനം ചെയ്ത് മരിക്കണം. അതുമല്ലെങ്കിൽ വാളെടുത്ത് എൻ്റെ കഴുത്ത് തന്നെ ഞാൻ വെട്ടിക്കളയുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി. നിന്നോട് സംസാരിക്കുന്നത് പോലും അത്ര മോശമാണ്. ദുഷ്ടയാണ് നീ, ഭയങ്കരിയാണ്. നിന്നോടൊന്നിച്ച് കഴിയുമ്പോൾ ഘോരമായിട്ടുള്ള കുംഭിഭാഗമാകിയ നാരകം എന്ന് വെച്ചാൽ നരകത്തിൽ വസിക്കും പോലും ഇടയാകും. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്ന് പറയുന്നത് പോലെ നിന്നോടൊന്നിച്ച് കഴിയുമ്പോൾ ദുഷ്ടന്മാരോടും അതേപോലെ തന്നെ രാക്ഷസന്മാരോടും ക്രൂരന്മാരോടും ഒന്നിച്ച് കഴിയുമ്പോൾ ആ വ്യക്തിക്കും അതേപോലെയുള്ള ഗുണങ്ങൾ ഉണ്ടാകും. നമ്മൾ പറയും, നമ്മുടെ മക്കളോട് പറയും, നിങ്ങൾ കൂട്ടുകെട്ട് നല്ല കൂട്ടുകെട്ടിലേക്ക് പോകാവും, മോശം കൂട്ടുകെട്ടിലാകരുത്. കാരണം മദ്യപാനിയോടും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരൊപ്പം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കളും അങ്ങനെ ആകുമെന്നുള്ളതുപോലെ ഇവിടെ കൈകേയിയോടൊന്നിച്ച് കഴിയുന്ന അവസരത്തിൽ അതിനനുസരിച്ച് ഏറ്റവും വലിയ കുംഭിഭാഗമാകിയ, കാരണം മാതാപിതാക്കളെയും മറ്റും ദ്രോഹിച്ചു കഴിഞ്ഞാൽ ചെന്ന് ചാടുന്ന ഏറ്റവും വലിയൊരു നരകമായിട്ടാണ് കുംഭിഭാഗത്തെ കാണുന്നത്.
കുടുംബാംഗങ്ങളെ കൊന്നുകഴിഞ്ഞാൽ, വീടിന് തീ വെച്ച് കഴിഞ്ഞാൽ, കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അവർക്കൊക്കെ ചെന്ന് ചാടുന്നത് കുംഭിഭാഗമാകിയ നരകമാണ്. അപ്പോൾ നിന്നോട് ഒന്നിച്ചു കഴിഞ്ഞാൽ പോലും ആ കുംഭിഭാഗമാകുന്ന അവിടെ ചെന്ന് ചാടുന്നതിന് തുല്യമാകും എന്നർത്ഥം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭരതൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമുണ്ട്. ഇത്രയും സമ്പത്ത് ഭരതന് കിട്ടി, സന്തോഷത്തോടു കൂടി ജീവിക്കാം. സൂപ്പർ ലോട്ടോ അടിച്ചത്. കാരണം എന്താ? ഉത്തരകോസലമാകുന്ന മഹാരാജ്യം മുഴുവൻ തന്നെ ഭരതൻ്റെ കാൽ കീഴിലായി. ആ കാൽ കീഴിലാകുമ്പോൾ ഇനി തന്നിഷ്ടപ്രകാരം എന്തും ചെയ്യുക. കാരണം ഏട്ടൻ ആരുമില്ല, തന്നെ നിയന്ത്രിക്കാൻ പോലും ഇല്ല. കാരണം ഞാൻ തന്നെയാണ് എല്ലാത്തിൻ്റെയും. എന്നാൽ ആ ഒരു ചിന്തയല്ല വന്നത്. ഏട്ടൻ എന്ന് പറഞ്ഞാൽ, കൂടപ്പിറപ്പെന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിൻ്റെ മഹത്വം കൃത്യമായിട്ട് ഭരതൻ നമുക്ക് കാണിച്ചു തരുന്നു. ആ സഹോദരന് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അവൻ്റെ ഇടനെഞ്ച് തകരുന്നുണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥത്തിലുള്ള സഹോദരൻ എന്ന് പറയുകയാണ്. നമ്മുടെ കൂടപ്പിറപ്പായ ഏട്ടനാവട്ടെ, അനിയനാവട്ടെ, ചേച്ചിയാവട്ടെ, അനുജത്തിയാവട്ടെ, അവർക്ക് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ ഇടനെഞ്ച് തകരണം, വേദനിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ കണ്ണീരൊഴുക്കണം. അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാകണം. അതാണ് കുടുംബ ബന്ധം. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം. അപ്പോൾ ഇന്ന് കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നില്ല, കൂടുമ്പോൾ കലഹമുണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ ഭരതനെ മാതൃകയാക്കേണ്ടത്. ഇത്രയും നല്ലൊരു കാര്യം അമ്മ ചെയ്തിട്ട് ആ അമ്മയോട് പറയുകയാണ്, നിങ്ങൾ ചെയ്തത് മഹാ അപരാധമാണ്. ആ കൈകേയിയുടെ ആർത്തിയാണ്. മകനോടുള്ള സ്നേഹം മാത്രമല്ല. കാരണം ഭരതൻ രാജാവായി കഴിഞ്ഞാൽ പിന്നെ രാജമാതാവാകുന്നത് കൈകേയിയാണ്. അങ്ങനെ ആ അധികാരത്തോടുള്ള മോഹം, എല്ലാം തൻ്റെ വരുതിയിലാക്കണമെന്നുള്ള ചിന്ത നാശത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന് ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കുടുംബമാണ് തകർന്നത്. അച്ഛൻ മരിച്ചു, 2 മക്കൾ ഒരു വഴിക്ക് പോയി, 2 മക്കൾ വേറൊരു വഴിക്ക്. ഒരു കുരക്കീഴിൽ ദശരഥനുണ്ടാകുമ്പോൾ ഭാര്യമാരെല്ലാവരും ഒറ്റ മനസ്സായി കഴിഞ്ഞെങ്കിൽ ഇന്ന് അവരുടെ മനസ്സിനൊക്കെ മുറിവേറ്റിരിക്കുന്നു, അവരുടെ മനസ്സിൽ അകൽച്ച ബാധിച്ചിരിക്കുന്നു. എല്ലാം കാരണം ഈ കൈകേയിയുടെ ആർത്തിയാണ്. ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും കാലഘട്ടത്തിൽ ഒരു ആർത്തി വന്നു കഴിഞ്ഞാൽ, പണത്തിനോടാവട്ടെ, സ്ത്രീയോടാവട്ടെ, സ്വത്തിനോടാവട്ടെ, സ്വർണത്തോടാവട്ടെ, എന്തിനാ മദ്യത്തിനോട്, ലഹരിയോടുള്ള ആർത്തി നമ്മളെ കൊലപാതകിയാക്കുന്നു. ധനത്തിനോടുള്ള ആർത്തി നമ്മളെ അഴിമതിക്കാരനാക്കുന്നു. കൂടപ്പിറപ്പിനെ പോലും കൊന്നുകളയാൻ മടിക്കാത്ത തരത്തിൽ സ്വത്തിനോടുള്ള ആർത്തിയിൽ നമ്മൾ ചെന്ന് ചാടുന്നു. ഇവിടെയാണ് ഭരതൻ്റെ ആ ഒരു ശ്രേഷ്ഠമായ കാഴ്ചപ്പാട്. എനിക്കിതൊന്നല്ല വേണ്ടത്, എൻ്റെ കുടുംബത്തെ ശിഥിലമാക്കി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചെയ്തു തന്ന ആ അമ്മയെപ്പോലും എന്ന് പറഞ്ഞാൽ പെറ്റമ്മയെപ്പോലും അവിടെ ശത്രു പക്ഷത്ത് നിർത്താണ് ചെയ്യുന്നത്. അവിടെ ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കണമെന്ന് ഭരതൻ നമുക്ക് കാണിച്ചു തരുന്നു. ന്യായത്തിൻ്റെ പക്ഷത്ത് നിന്നാൽ മാത്രമേ നമ്മൾക്കും ഉയർച്ചയുണ്ടാകൂ. താൽക്കാലികമായ നേട്ടമുണ്ടാകാം, പക്ഷേ അങ്ങനെയൊന്ന് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ജീവിത കാലഘട്ടം മുഴുവൻ തന്നെ ഭരതനെ കുറ്റം പറയും, സൂര്യവംശത്തെ കുറ്റം പറയും, കുലത്തിനെ പോലും പറയിപ്പിക്കുന്ന തരത്തിലാണ് ഇവിടെ കൈകേയി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ അവസരത്തിൽ ശ്രദ്ധേയമായ തരത്തിൽ അവിടെ ഭരതൻ ഉണർന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലൊരു ഭരതനാവാൻ നമുക്ക് കഴിയുമോ? നേരത്തെ പറഞ്ഞ തരത്തിലുള്ള രാഘവനാവാൻ നമുക്ക് കഴിയുമോ? നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ലക്ഷ്മണനാകാൻ നമുക്ക് കഴിയുമോ? അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതവും ധന്യമാക്കും. ഊർമിളയെപ്പോലെ, സീതാദേവിയെപ്പോലെ നമ്മൾക്ക് കഴിയാൻ പറ്റുമെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകും, സ്വർഗതുല്യമാകും. കൈകേയെപ്പോലെ ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. രാമായണം വെറുതെ വായിച്ചു പോകേണ്ടതല്ല. ഒരു കൈകേയിമാര് നമ്മുടെ നാട്ടിലുണ്ടായാൽ നാട് മുഴുവൻ തന്നെ നശിപ്പിക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് രാമായണത്തിൻ്റെ ഈ വരികളിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ സ്വഭാവം കൈകേയിയുടേതുപോലെ ആയി തീരല്ലേ ഭഗവതിയെ എന്നുള്ള പ്രാർത്ഥന നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഏതായാലും ഇതിൻ്റെ തുടർച്ചയായ ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. ഏതായാലും അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം എത്തിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.